കായലോട് സ്വദേശി റസീനയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ 3 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു 40-കാരിയായ റസീനയും സുഹൃത്തും കായലോട് ടൗണിൽ സംസാരിച്ച് നിൽക്കവേ സംഘം ചേർന്ന് ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം പരസ്യമായി അവരെ ചോദ്യം ചെയ്തു. ഈ റസീനയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കൂടാതെ ഈ യുവാവിനെ, മയിൽ സ്വദേശിയായ റസീനയുടെ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുപോയി സമീപത്തെ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് SDPIയുടെ ഓഫീസിലേക്ക് ഈ യുവാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഇയാളിൽ നിന്നും ഇയാളുടെ ഫോൺ, അതുപോലെ ടാബ് എന്നിവ കൈക്കലാക്കി അവ പരിശോധിക്കുന്നു. അവരുടെ മെസ്സേജ് അടക്കം പരിശോധിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇതൊരു ചർച്ചയാക്കുന്നു. യുവതിയുടെ ഈ യുവാവിൻ്റെയും ബന്ധുക്കളെ അടക്കം അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. 5 മണിക്കൂർ നേരമാണ് ഈ യുവാവിനെ ഇവർ കൈവശം വെച്ച് ചോദ്യം ചെയ്തത്. അതിനുശേഷം യുവതിയുടെയും യുവാവിൻ്റെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഈ മയിൽ സ്വദേശിയായ യുവാവിനെ വിട്ടയക്കുന്നത്. ഇതിനുശേഷമാണ് ഇതിൽ മനംനൊന്താണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് റസീന തന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ. സദാചാര ഗുണ്ടായിസം. 21 വയസ്സുള്ള ഒരു യുവാവിനോടൊപ്പം ഒരു സ്ത്രീ സംസാരിച്ച് നിൽക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പോയി. അതിന് മനം തന്നിട്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. പിന്നെ ഈ വീഡിയോ കണ്ടാലും എൻ്റെ കമന്റ് ബോക്സിൽ വന്നാണ് പൊങ്കാലിടാനും എൻ്റെ വീട്ടുകാരെ വിളിക്കാൻ നോക്കുന്നത്. ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോയിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. പിന്നെ നിന്റെ വീട്ടിൽ അമ്മയില്ല, നിന്റെ വീട്ടിൽ അമ്മമാരില്ലേ, അവർക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊന്നും വേണ്ട. എൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തുവാടേ ഇത് ഇന്ത്യയല്ലേ? ഇവിടെ ഒരു പെണ്ണിന് ഒരു ആണിനോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല, അല്ലെങ്കിൽ ഒരു ആണിന് ഒരു പെണ്ണിനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഒരു കൂടെ യാത്ര ചെയ്തു എന്ന പേരിൽ, അല്ലെങ്കിൽ കൂടെ സംസാരിച്ചു എന്ന പേരിൽ പിടിച്ചു വെക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിന് അധികാരപ്പെട്ട ആൾക്കാരില്ലേ? പോലീസില്ലേ? കോടതിയില്ലേ? ഇവരാരാ ഇതിന് ചെയ്യാനും? ഇവർക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോലെ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്തുവാണ് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് എപ്പോഴും ജീവിക്കുന്നത്? ഒരാണൊരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ എല്ലാത്തിനും മറ്റേ അർത്ഥം കണ്ട് എല്ലാം മറ്റേതാണെന്നുള്ള വിചാരത്തിൽ ചോദ്യം ചെയ്യാൻ വരുന്ന കുറെ ഉപാധികൾ. എന്തായാലും ആ പ്രതികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ എന്താ സംഭവം എന്നറിയാതെ. ഇവര് 3 പേര് മാത്രമാണോ അതോ ഇനിയും പ്രതികളുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് വഴി അറിയാം. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ഇതിൽ വേറെ എന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോന്നോ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, ഇതിൽ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം വഴി അറിയാം.